നമസ്കാരം. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ ഏതു രീതിയിൽ തിരിച്ചടിക്കും എന്ന പലതരത്തിലുള്ള കണക്കുകൂട്ടലുകൾ നടത്തുകയാണ് പാകിസ്ഥാൻ. ഇപ്പോൾ ലഷ്കർ തലവൻ ഈ തൊയ്ബയുടെയും അതുപോലെ തന്നെ ജമാഅത്ത് ഉദ്ദാവയുടെയും തലവനായിട്ടുള്ള ഹഫീസ് സയ്യിദിൻ്റെ സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുന്നു പാകിസ്ഥാൻ എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. പാകിസ്ഥാൻ ഭരണകൂടം ഇപ്പോൾ പാകിസ്ഥാൻ്റെ രഹസ്യാന്വേഷണ വിഭാഗമായ ISIക്കാണ് ഹഫീസ് സയ്യിദിൻ്റെ ചുമതല നൽകിയിരിക്കുന്നത്. ISI ഇപ്പോൾ ഹഫീസ് സയ്യിദിൻ്റെ വസതികൾക്ക് കമാൻഡോ വിന്യാസം നടത്തിയിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഹഫീസ് സയ്യിദിന് ലാഹോറിൽ നിരവധി വസതികളുണ്ട്. ഇപ്പോൾ ലാഹോറിലെ മൊഹല്ല ജോഹറിലുള്ള വസതിയിലാണ് ഹഫീസ് സയ്യിദ് ഉള്ളത് എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അതായത് ഇപ്പോൾ ഹഫീസ് സയ്യിദിനെ പാർപ്പിച്ചിരിക്കുന്നത് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ജനനിബിഡമായ ഒരു നഗരപ്രദേശത്തിലാണ് എന്നാണ് ലഭിക്കുന്ന സൂചന. അതായത് മൊഹല്ല ജോഹറിലെ വസതി ആ ഒരു രീതിയിലാണ്. ധാരാളം സ്ഥാപനങ്ങൾ, മദ്രസകളും മോസ്കുകളും അടങ്ങുന്ന ധാരാളം സ്ഥാപനങ്ങൾ അവിടെയുണ്ട്. നൂറുകണക്കിന് പാകിസ്ഥാനി കുടുംബങ്ങൾ, സാധാരണക്കാരായ പാകിസ്ഥാനി കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു സ്ഥലമാണ്. ഇതിന് നടുവിലായിട്ടാണ് ഈ ഹഫീസ് സയ്യിദിൻ്റെ വസതിയുള്ളത്. ഈ വസതിയിലാണ് സുരക്ഷിതമായി ഹഫീസ് സയ്യിദിനെ പാർപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ കമാൻഡോ വിന്യാസമടക്കം നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വലിയ സാങ്കേതിക വിദ്യയുടെ ഒരു ഡിപ്ലോയ്മെൻറ്റും ഈ ഹഫീസ് സയ്യിദിൻ്റെ വസതിക്ക് ചുറ്റും നടത്തിയിട്ടുണ്ട്. ഈ ഫേസ് ഡിറ്റക്ഷൻ ക്യാമറകളടക്കമുള്ള CCTV ക്യാമറകൾ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അതായത് ഹഫീസ് സയ്യിദിൻ്റെ വസതിക്ക് 1 കിലോമീറ്റർ ചുറ്റളവിൽ നടക്കുന്ന മൂവ്മെൻറ്റുകൾ നിരീക്ഷിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ സുരക്ഷാ ക്രമീകരണങ്ങൾ നടത്തിയിരിക്കുന്നത്. ഇങ്ങനെ ജനനിബിഡമായ ഒരു സ്ഥലത്ത് ഹഫീസ് സയ്യിദിനെ പാർപ്പിച്ചിരിക്കുന്നത് ബോധപൂർവമാണ്. അതായത് ഹഫീസ് സയ്യിദിന് നേരെ മിസൈൽ ആക്രമണമോ ഇന്ത്യയുടെ കവേർട്ട് ഓപ്പറേഷനോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതായത് അജ്ഞാതർ കഴിഞ്ഞ കുറേ നാളുകളായി പാകിസ്ഥാനിലെ കൊടും ഭീകരരെയൊക്കെ വകവരുത്തുന്നത് എങ്ങനെയാണ് എന്ന് നമുക്കറിയാം. ഇപ്പോൾ പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇത്തരത്തിലൊരു അജ്ഞാത ആക്രമണമോ അല്ലെങ്കിൽ ഇന്ത്യയുടെ മിസൈൽ ആക്രമണമോ ഈ ഹഫീസ് സയ്യിദിന് നേരെ ഉണ്ടാകാം എന്ന് പാകിസ്ഥാൻ അനുമാനിക്കുന്നുണ്ട്. അത് തടയുന്നതിന് വേണ്ടിയിട്ടാണ് ജനനിബിഡമായ ഒരു പ്രദേശത്ത് ഹഫീസ് സയ്യിദിനെ താമസിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെയായാൽ പാകിസ്ഥാനിലെ സാധാരണ ജനങ്ങളെ കൊല്ലാൻ അല്ലെങ്കിൽ അവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള കാഷ്വാലിറ്റി ഉണ്ടാകുന്നത് ഇന്ത്യ ആഗ്രഹിക്കുകയില്ല എന്ന ഒരു തീരുമാനത്തിലും എന്ന ഒരു നിഗമനത്തിലുമാണ് ഇപ്പോൾ ഹഫീസ് സയ്യിദിനെ അവിടെ പാർപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല ഹഫീസ് സയ്യിദ് ഇപ്പോൾ പാകിസ്ഥാൻ്റെ നിയമപ്രകാരം സാങ്കേതികമായി ജയിലിലാണ്. ഇയാൾ താമസിക്കുന്ന ഈ വീടിനെ ടെമ്പററി അല്ലെങ്കിൽ താൽക്കാലിക ജയിലായി ഇതിനോടകം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 46 വർഷത്തെ ശിക്ഷ ഭീകരവാദ കേസുകളിൽ അനുഭവിച്ചു വരികയാണ് ഹഫീസ് സയ്യിദ്. ഈ ശിക്ഷ എന്ന് പറയുന്നത് വെറും സാങ്കേതികം മാത്രമാണ്. എവിടെയാണോ ഹഫീസ് സയ്യിദ് ഉള്ളത് അവിടെ പാകിസ്ഥാൻ സർക്കാർ ജയിലായി പ്രഖ്യാപിക്കുകയാണ് ചെയ്യാറുള്ളത്. കാരണം ഇന്ത്യയും അമേരിക്കയും ഉൾപ്പെടെയുള്ള പല ലോകരാജ്യങ്ങളും ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ അവർ കാത്തിരിക്കുന്ന ഒരു കൊടും ഭീകരനാണ് ഈ ഹഫീസ് സയ്യിദ്. അതുകൊണ്ട് തന്നെ ഹഫീസ് സയ്യിദിനെ വെറുതെ സ്വതന്ത്രമായി പാകിസ്ഥാനിൽ സഞ്ചരിക്കാൻ അനുവദിച്ചാൽ അമേരിക്കയോ ഇന്ത്യയോ ഇയാളെ പിടികൂടാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല പിടികൂടി അമേരിക്കയ്ക്ക് കൈമാറേണ്ട ഒരു സാഹചര്യം ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ സാങ്കേതികമായി അതില്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ജയിൽ ശിക്ഷ പറഞ്ഞിരിക്കുന്നത്. 46 കൊല്ലത്തെ ജയിൽ ശിക്ഷ വിധിച്ച് ഇയാളെ ആളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആളുടെ വീടുകളിൽ താമസിപ്പിക്കുക. അയാൾ എവിടെയാണോ താമസിക്കുന്നത് അതിനെ ജയിലായി പ്രഖ്യാപിക്കുക എന്നതാണ് പാകിസ്ഥാൻ്റെ തന്ത്രം. ഇങ്ങനെ കഴിഞ്ഞ 3 വർഷമായി ഇയാൾ ജയിൽ ശിക്ഷ അനുഭവിച്ചു വരികയാണ്. എങ്കിൽ പോലും 24ഓളം റാലികളിൽ ഇയാൾ പങ്കെടുത്തിട്ടുണ്ട്. കടുത്ത ഇന്ത്യ വിരുദ്ധ പ്രസംഗങ്ങൾ നടത്തിയിട്ടുമുണ്ട്. റാലികൾ എന്ന് മാത്രമല്ല പാക് അധീന കശ്മീരിലെ പല ഭീകര ലോഞ്ച് പാഡുകളിലും ഇയാൾ സന്ദർശനം നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ അജ്ഞാത ആക്രമണം ഭയന്ന് ഒരു ഇടത്ത് താമസിക്കുകയാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം ഒന്നുകൂടി വഷളായതോടുകൂടി, പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒന്നുകൂടി വഷളായതോടുകൂടി ഇന്ത്യ ഏതാനും നിമിഷങ്ങൾക്കകം അല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും പാകിസ്ഥാനെ ആക്രമിക്കാം എന്നൊരു സാഹചര്യത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഹഫീസ് സയ്യിദിന് വലിയ രീതിയിലുള്ള കമാൻഡോ സുരക്ഷ നൽകിയിരിക്കുന്നത്. അതോടൊപ്പം ജനങ്ങളെ ഒരു മറയായി പിടിച്ചുകൊണ്ട് ജനനിബിഡമായ ഒരു പ്രദേശത്ത് ഇയാളെ ഒളിപ്പിച്ച് താമസിപ്പിച്ചിരിക്കുന്നതും. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാ സാംസ്കാരിക പരിപാടികൾ.
സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ. പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്. PRS ഹോസ്പിറ്റൽ കിള്ളിപ്പാലം തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം.